അംബ്രൂസേ ഷായേട്ടൻ്റെ കൂടെ നേരെ പറമ്പിലേക്ക് പോന്നു അല്ലേ? ഷായേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ടേ. അപ്പോൾ ഷായേട്ടൻ്റെ കൂടെ അംബ്രൂസും ഇതാ പേളിക്കുട്ടിയും ടൈസണും എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. ഞാനൊരു അർബാനായിട്ട് വന്ന് നോക്കണേ. കാരണം എന്താണെന്നറിയോ, ഷായേട്ടൻ എന്താ ഇവിടെ ചേന പറിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ചേന പറിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇന്നിപ്പോൾ ഷായേട്ടൻ എല്ലാ ചേനയും പറിക്കുക. അയ്യോ, നമ്മുടെ ഒരു വാഴ വീണല്ലോ. അത്ര മൂപ്പായിട്ടില്ലല്ലോ അല്ലേ ഷേട്ടാ? എന്നാലും കുഴപ്പമില്ല. പിന്നെ തിന്നു തുടങ്ങി പഴുത്തിട്ട് ഒരു പൂവൻകൊല അതിലൊന്ന് രണ്ടെണ്ണം പഴുത്തുണ്ടല്ലേ? അത് കഴിഞ്ഞ് എന്തായാലും കിളികൾ നോട്ടെ. വലിയ അന്നത്തെ പോലെ എല്ലാ കടയിലും ഓരോ പോലത്തെ ചേനയല്ലേ ഷേട്ടാ? കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ അത് നോക്കിയേ. അതിന് വലിപ്പല്ല, ഒരു കഷ്ണം മുറിഞ്ഞു. അവിടെ കൂട്ടിയിട്ടുണ്ട്. അവിടെ ഇത്രയും വലിപ്പമുള്ള ചേനകള് ഷേട്ടൻ പറിച്ചു നോക്കി ഈ ഒരു ഭാഗത്ത് കൂട്ടിട്ട് നോക്കുക. അതെ, പിന്നെ ഞാനിതാ കളപ്പുല്ല് വലിക്കാനായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിത്തടത്തിലത്തെ കളപ്പുല്ല് തന്നെയാണ് ഞാൻ ഇന്ന് വലിക്കാതിരിക്കുന്നത്. പിന്നെ നോക്കി നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ ആയി തുടങ്ങിയിട്ടുണ്ട്. ആയി തുടങ്ങിയെന്ന് മാത്രമല്ല, വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസമൊക്കെ ആയിട്ട് നമ്മളത് വിളവെടുക്കൂട്ടാ. പിന്നെ നമുക്ക് ഈ പ്രാവശ്യം നന്നായിട്ട് ഉള്ളി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, മധുരക്കിഴങ്ങ് പറിക്കാനുണ്ടായിരുന്നു. പറിക്കേണ്ട ടൈം കഴിഞ്ഞ കാരണം ഉണ്ടായി കിട്ടുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യത്തിന് മധുരക്കിഴങ്ങ് പറിക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിതാ വീട്ടിൽ പോകാനായിട്ട് നോക്കുക. നമ്മുടെ കായക്കോലിയായി, നമ്മുടെ മധുരക്കിഴങ്ങായി, നമ്മുടെ ചേനയായി. ഇനി നമ്മൾ വീട്ടിലേക്ക്